മലബാറിന്റെ സ്വന്തം ഗവിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കക്കാടം പോയില്ലേ, നമ്മുടെ മലബാറുകാരുടെ, നമ്മളെ കോഴിക്കോട്ടുകാരുടെയും മലപ്പുറംകാരുടെയും സ്വന്തം അഹങ്കാരം തന്നെയാണ് ഈ കക്കാടം പോയില്ലേ. എക്സ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റ്, ഭയങ്കര കാറ്റ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ അരീക്കോട് മുക്കൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഈ ഒരു കക്കാടം പോയില്ലേ ഒരു പ്രദേശത്തേക്ക് കടന്നാൽ എൻ്റെ പൊന്നോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചൂടില്ലേ, നമ്മൾ ബന്ധം ഉരുകി പോകുന്ന ചൂടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതെ നിങ്ങൾ ഒന്നും നോക്കണ്ട കേട്ടോ, നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ നമ്മളെ കക്കാടംപൊയിലേക്ക്. ഇതൊരു ഗവി തന്നെയാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ പെരും മഴ പെയ്യും എന്നുള്ളൊരു നല്ല അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. ഇവിടെ അങ്ങനെ ഇരുണ്ട് നിൽക്കുകയാണ്, മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാറ്റ് വീശുന്നുണ്ട്. കണ്ടല്ലോ, ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുന്നുണ്ടാവും. നല്ല കാറ്റ് വീശുവാണ്, നമുക്കിവിടെ ഓടിക്കളിക്കാൻ തോന്നുകയാണ്. കാരണം ആ ഒരു ചൂടത്തു നിന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത ഒരു സ്പോട്ടാണ് കക്കാടംപൊയിൽ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോ, പുതിയ കാഴ്ചകൾ, പുതിയ വിശേഷങ്ങൾ. അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സൈദു. നമ്മൾ മലേഷ്യൻ ട്രിപ്പ്, ലങ്കാവി ട്രിപ്പ് എല്ലാവരും ഓരോ എപ്പിസോഡും കാണണം. 6 കാറ്റഗറിയിലായിട്ട് അടിപൊളി വ്യൂ ഉള്ള ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ലക്ഷറി റൂമുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. നല്ല കിഡിലിനൊരു ഇൻഫിനിറ്റി പൂളും ഒരുപാട് നല്ല ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കക്കാടംപൊയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറി റിസോർട്ട്സ് ആണ് മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറ. കാണാൻ നമുക്കിനി മിസ്റ്റി ക്യൂനിലെ കിഡിലൻ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഗായ്സ്, ഭയങ്കര കാറ്റ് കിട്ടോ, എന്ത് മനോഹരമായിട്ടുള്ള കാറ്റുന്നത്. ഓ, ആ ചൂടത്ത് ഈ ഒരു കക്കാടംപൊയിൽ വന്നപ്പോഴല്ലോ ഗായ്സ്, വളരെ വേറെ തന്നെ. അതിൽ ഭയങ്കര കാറ്റ്, എന്താണെന്നറിയില്ല, പെട്ടെന്ന് മഴ പെയ്യുന്നൊക്കെ തോന്നുന്നുണ്ട്. അത്രയും നമുക്കിതാ ഈ ഒരു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ ഒരു റൗണ്ട് വില്ല എന്ന് പറയുന്ന ഒരു വില്ലയിലാണ്. ഇതൊരു വാച്ച് ടവറാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നിൽക്കാണ്ടല്ലോ കോഴിക്കോടിൻ്റെ ഒരു പ്രദേശം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കിഡിലൻ ഒരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാണാൻ നമുക്കിനി ഇവിടുത്തെ ഓരോ കാറ്റഗറി വൈസ് റൂമുകളും, ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, ജിമ്മുണ്ട്, ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു കിഡ്സ് പ്ലേ ഏരിയ തന്നെ അടിപൊളിയായിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് മുമ്പേ വേറൊരു സംഭവമുണ്ട്, നമുക്ക് നോമ്പ് തുറക്കണം. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് നമ്മളിവിടെ ഇഫ്താറൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ റൂം വൈസ് ഒന്ന് കണ്ടാലോ. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ആ റൂമിൻ്റെ ഒരു വ്യൂ, അതിൻ്റെ ആ ഭാഗത്തുള്ള ഒരു കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഞാൻ നമ്മുടെ താമസിക്കുന്ന ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി വില്ല, അതിനകത്ത് റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു റൗണ്ട് വില്ലയാണ് ഇവിടുത്തെ, അതായത് 2 ബെഡ്റൂമാണ് ഈ ഒരു റൗണ്ട് വില്ലയിൽ വരുന്നത്. റൗണ്ട് ഷേപ്പിൽ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു 2 ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പോകുന്നത് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറി റൂമാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഭയങ്കര വ്യൂ പോയിന്റിന് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ റൂമുള്ളത്. ഒരു കോട്ടേജ് ആണ്, ഒരു വില്ലയാണ്. ഈ കാണുന്ന വില്ലയാണ്. ഇതിനകത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള ബാൽക്കണിയൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ. ഇതൊരു റിലാക്സ് ആണെന്നറിയോ, ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. AC-ൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും നല്ല കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വരുന്ന കാറ്റ് നേരെ ഇങ്ങോട്ടാണ് വരിക. പിന്നെ നമ്മുടെ റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന വാലി വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കണ്ടല്ലോ, ഇതാണ്, ഈ റൂമിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. ഒരു ബിഗ് TV സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് മിനറൽ വാട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്, ടീ കോഫി മേക്കർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു അലമാറയുണ്ട്. ഇത് എൻ്റെ പുറകിൽ കാണുന്ന ഒരു മിററാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വാഷ്റൂം ഒരു നല്ല അടിപൊളിയുണ്ട്. ഒരു ഗ്ലാസ് ഡോറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാഷ്റൂം. നമുക്ക് വാഷ്റൂമിൽ ഇവർ നല്ല കോംപ്ലിമെന്ററി ആയിട്ട് സാധാരണ കാണുന്ന പോലെ തന്നെ നല്ല മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറേൻ്റെ ബ്രാൻഡിൽ തന്നെ സോപ്പായാലും ഡെന്റൽ കിറ്റ് ആയാലും അതുപോലെ തന്നെ ഷാംപൂസ്, ലോഷൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെന്റൽ കിറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട്. ഇതിനകത്തും ഒരു മിറർ ഉണ്ട്.
ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്, ഭയങ്കര കണ്ണാടി പോലെ ഇരിക്കുകയാണ് ഇവര് വാഷ്റൂമൊക്കെ. കണ്ടല്ലോ, അത്രയും പെർഫെക്റ്റ് ആണ്, ഭയങ്കര ഹൈജീനിക് ആയിട്ടാണ് അവര് ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാമ്പ് ഫയറിനുള്ള സൗകര്യം ഇതുണ്ട്. അവിടെ അങ്ങനെ ക്യാമ്പ് ഫയർ കത്തിച്ച, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ക്യാമ്പ് ഫയർ കത്തിച്ച വിറകൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ബാർബിക്യൂ മസ്റ്റ് ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ ഫിഷൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു വലിയ ഗ്രില്ലിംഗ് മെഷീൻ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയോ ബാർബിക്യൂ ചെയ്തിട്ട് തിന്നു പോയിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ക്യാമ്പ് ഫയർ ചെയ്യാം. പിന്നെ ഇനി ഞാൻ പോകുന്നത് മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ്. കമോൺ ഗായ്സ്. കണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് ജില്ല മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടോ, എവിടെ നോക്കിയാലും മലകൾ അല്ലേ. ഇതാണ് ഈ കക്കാടം പോയലിൻ്റെ ഒരു പ്രത്യേകത. എവിടെ നോക്കിയാലും മലകളും ചെറിയ ചെറിയ റിവറുകൾ, അരുവികൾ. ഇവിടെ നിയർ ബൈ ആയിട്ടൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം, കോഴിപ്പാറ വാട്ടർഫോൾസ്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു വാച്ച് ടവറാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഇവിടെ കുറച്ച് മുന്നേ കുറേ പേര് ഇരുന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഇത്ര നേരം നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ് വീശി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കാറ്റ് നിന്നു, പെട്ടെന്ന് കാറ്റ് പോയി. രക്ഷയില്ല കേട്ടോ. മൂടൽമഞ്ഞ്, മഞ്ഞിലിങ്ങനെ മൂടി ഒക്കെ ആയിട്ട് മൂടൽമഞ്ഞായിട്ട് നമ്മുടെ കക്കാടം പോയൽ ഏത് സമയത്ത് വേണമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കോട ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് കക്കാടം പോയൽ. നമ്മൾ എന്തിനാണ് നമ്മൾ വാഗമൺ, മൂന്നാറൊക്കെ പോകണില്ല, നമ്മൾ ഇത്ര അടുത്ത് നമ്മളെ മലബാർ ഏരിയയിൽ, നമ്മുടെ മലബാറിൻ്റെ ഗവിയിലെ കക്കാടം പോയലെ ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ട്സ് നിങ്ങൾ എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഫാമിലി കപ്പിളിനെയാണ് ഇവർ മെയിൻലി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി. നിങ്ങളിപ്പോൾ ഒരു വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ അലൗ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഈ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള എൻക്വയറീസ് നടത്താനും അതുപോലെ ഇവിടുത്തെ റൂംസിൻ്റെ താരിഫൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും. നിങ്ങളതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിൽ തന്നെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, റിസർവേഷൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കക്കാടം പോയല്ല ഈ ഒരു മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറയിലേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളൊരു റിസോർട്ടിൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് എന്തൊക്കെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടോ, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്യാല്ലേ. എന്താ ഇവിടെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു അടിപൊളി കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലിനാണ്, മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റിലാണ് കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ദേ താഴെ കാണുന്നതാണ് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്നാ. ഓക്കെ, എന്നാൽ വന്നോളൂ കേട്ടോ. എൻ്റെ പുറകിൽ മനോഹരമായിട്ടുള്ള ഇൻഫിനിറ്റി പൂളാണ്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്, അഡൽറ്റിനായിട്ടുള്ള ഏരിയ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ പൂള് വരുന്നത് കേട്ടോ. ഈ ഒരു പൂളിന് നല്ല പ്രൈവസി ഉണ്ട്. നമ്മളിപ്പോൾ ഫാമിലി കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിലാണ്. മെയിൻലി ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു മൗണ്ടൈൻ വ്യൂ ആണ്. അവിടുത്തെ കാറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പൂളിൽ എൻജോയ് ചെയ്യാം. ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഇവിടെ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂമും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറ റിസോർട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഇൻഫിനിറ്റി പൂളാണ്. പൂൾ അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നല്ല പ്രൈവസി ഉണ്ട്. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓപ്പൺ സ്പേസിലല്ല, ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഒരു പൂള് തീർച്ചയായിട്ടും നല്ല പ്രൈവസിയിൽ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇപ്പം വൈകുന്നേരം അടുക്കുന്നതോറും നമുക്ക് ആ സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭയങ്കര കാറ്റ്, ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ ഭയങ്കര കാറ്റായിരുന്നു. ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് നല്ല കോടയൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കുട്ടികളൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് കിഡ്സ് പാർക്ക് ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ട്സിലും വളരെ നിർബന്ധമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് എന്റർടൈൻമെന്റ് മസ്റ്റ് ആണ് അല്ലേ. ബോറടി ഫീൽ. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരിക്കലും ബോറടിക്കില്ല. ഈ ഒരു ക്ലൈമറ്റിന്റെ ധാരാളമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കിഡ്സ് പാർക്ക് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 10 മാസത്തോളമായി തോന്നുന്നു ഇവിടെ വന്നു പോയിട്ട്. ഇത് ഓപ്പണിംഗ് സമയത്ത് വന്നു പോയതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കിഡ്സ് പാർക്ക് നല്ല സ്പേസിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കിഡ്സ് പാർക്കിൽ ആക്സസ് ചെയ്യാനായിട്ട്. ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഇതിങ്ങനെ നമ്മൾ ആ കിഡ്സ് പാർക്കിലേക്ക് പോകുന്ന ഓരോ വഴികളാണ്. പോകുന്ന വഴികളെല്ലാം തന്നെ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ
ഇട്ട് വെച്ചിരിക്കുകയാണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിഡ്സ് പാർക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ സ്റ്റെപ്പും കൂടി ഇറങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ ഫാമിലീസൊക്കെ ആയിട്ട് വരുമ്പോൾ ഗാദറിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതാണ് ഇവിടെ ഒരു സ്റ്റേജ് പോലെ തന്നെ നല്ല ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ. നോക്കിയേ കണ്ടല്ലോ, ഇതൊരു സ്റ്റേജ് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിറയെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ഇപ്പോൾ ഓഫാണ്, പക്ഷെ ലൈറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി ഉണ്ടല്ലോ അടിപൊളി ആയിരിക്കും കേട്ടോ. നല്ലൊരു ഇതാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് രാത്രിയിലൊക്കെ ചില്ലാക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. നേരത്തെ ഈ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഈ ഒരു കിഡ്സ് പാർക്കും ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. കിഡ്സ് പാർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമ്മളെ കുട്ടികൾക്കായിട്ടുള്ള നല്ല കിഡിലൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഹൈവ ഇവിടുത്തെ നമ്മളെ ആ പൊക്കി വിടുന്ന സംഭവമാണ്. മുമ്പായതുകൊണ്ട് എനിക്ക് വയ്യ. പിന്നെ ഇവിടെ ആണെങ്കിൽ കണ്ടോ തിരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മക്കളെയൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട് കണ്ടല്ലോ. ഇവിടെ ചെറിയൊരു ഊഞ്ഞാലുണ്ട്. രാരീരം രാരീരം രാരാരോ രാരീരം രാരീരം രാരാരോ രാരീരാരോ. പിന്നെ ഇവിടെ ആ സംഭവമുണ്ട് കണ്ടോ. ഇവിടെ നമ്മളിങ്ങനെ എന്താണ് ഉരസി വീഴുന്ന സംഭവം അല്ലേ, അതുണ്ട്. പിന്നെ ഇവ തീർന്നില്ല കേട്ടോ, ഒരുപാട് സംഭവമുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കിഡിലും എന്റർടൈൻമെന്റിന് ഇവിടെ ഉണ്ട്. ഹേ കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ സ്വന്തം ഡോറയും ബുജിയും ഉണ്ട്. മാത്രല്ല നമ്മുടെ സ്വന്തം ലുട്ടാപ്പി ചേട്ടനുണ്ട്, കുട്ടൂസിനുണ്ട്, മായാവി ഉണ്ട്. നമ്മുടെ ടോമാഞ്ചേരി ചേട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കിഡ്സ് പാർക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കുട്ടികളെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ മിസ്റ്റി ക്യൂണിലേക്ക് ഫാമിലിയോടൊപ്പം. നിങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടുത്തെ കിഡ്സ് പാർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബോറടിക്കേണ്ടി വരില്ല. ഇവിടെ വാലി വ്യൂ വില്ല നമ്മൾ കണ്ടൂല. ഇത് ഇവിടുത്തെ റൗണ്ട് വില്ലയാണ്. റൗണ്ട് ഷേപ്പാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. 2 ബെഡ്റൂം ഉണ്ട് ഇതിന്റെ. ഇവിടെ താഴെ ഒരു ബെഡ്റൂം ഉണ്ട്, മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട്. കണ്ടോ, ഈ ഒരു റൗണ്ട് വില്ല നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൈവസി ഉണ്ട്. ഇവിടെ ഡൈനിങ് ഉണ്ട്, വാഷ് സ്പേസ് ഉണ്ട്, ഇവിടെ TV ഉണ്ട് സ്ക്രീനിലായിട്ട്. പിന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ബെഡ്റൂം വരുന്നത്. ഇതാണ് റൗണ്ട് വില്ല ബെഡ്റൂം കേട്ടോ. ഇത് ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ ഇതിനകത്ത് ഇപ്പം ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ വേണമെങ്കിൽ ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നല്ല മുകളിലൊക്കെ ഇതിന്റെ വുഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു അലമാര തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയയിൽ TV ഒക്കെ വെച്ചിട്ടുണ്ട്, സ്ക്രീനിലായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം കേട്ടോ. അപ്പോൾ ഇതാണ് റൗണ്ട് വില്ലയിലെ താഴത്തെ ഫ്ലോറിലുള്ള റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഇതിന്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കിയാലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ഫ്ലോർ ഉണ്ട്, 2 റൂം ഉണ്ട്. അതിന് മുകളിലാണിത്. മുകളിൽ നിന്ന് ഇവിടെ ബാൽക്കണി വ്യൂ സൂപ്പർ. ഇതാണ് മുകളിലത്തെ റൂം കേട്ടോ. നമ്മൾ താഴെ കണ്ട അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ അടിപൊളി ഒരു ലിവിങ് ഏരിയ ഉണ്ട്. TV സെപ്പറേറ്റ് തന്നെ ഉണ്ട്, സിറ്റിംഗ് ഉണ്ട്. പിന്നെ ഇതാണ്. പിന്നെ ഇവിടെ കിച്ചൺ സ്പേസ് ഉണ്ട് കേട്ടോ. മിനി ബാർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവര്. മിനി ബാറിൽ ഇപ്പൊ ഒന്നുമില്ല, പക്ഷെ മിനി ബാർ ഉണ്ട്. നമുക്ക് ഫ്രീസർ സൗകര്യം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ടീ കോഫി മേക്കറും അതുപോലെ തന്നെ വാഷ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു കിച്ചൺ സ്പേസ് പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകാം. ഓവർ തണുപ്പില്ല കേട്ടോ. വെള്ളം ഓവർ തണുപ്പൊന്നുമില്ല. നല്ല അവർ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻഡ് ആണ്, പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വട്ടം വന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ടുള്ളതാണ് പൂളിലൊക്കെ. അത്യാവശ്യം നല്ല
വലിയ പൂളാണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 അടി. ഞാൻ ഏകദേശം 5.5 അടി ഹൈറ്റാണ്. ഇതൊരു 5 അടിയാണ് ഇതിന്റെ ആഴം വരുന്നുള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല നല്ല തണുപ്പ്, ഓവർ തണുപ്പ്. എന്നാലും എങ്ങനെയുണ്ട് പൂൾ? എങ്ങനെയുണ്ട്? തണുപ്പുണ്ടല്ലേ വെള്ളം? അതെ അതെ അതെ. അയ്യോ, അടിപൊളി അടിപൊളി കേട്ടോ. ഓവർ തണുപ്പില്ല വെള്ളം, ഒരു മീഡിയം തണുപ്പ്, പക്ഷെ ഭയങ്കര റിലാക്സ്. ചൂട് സമയത്തൊക്കെ ഇങ്ങനെ പൂളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോ, നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കൂളാവും. കാരണം അമ്മാതിരി ചൂടല്ലേ നമ്മുടെ നാട്ടിൽ. എന്ത് ചൂടാണ് പകലത്ത്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മളൊരു അരമണിക്കൂർ സ്വിമ്മിങ് പൂളിനകത്ത് എൻജോയ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഞാൻ മോർണിംഗിൽ കക്കാടംപൊയിലിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റിലെ വൈബ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നേരത്തെ എണീക്കാൻ ശ്രമിച്ചു. കാരണം നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റ് അത്താഴമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്ന് പിന്നെ നമ്മൾ വീണ്ടും ഒരു 6:30 ആകുമ്പം എണീറ്റ്. അപ്പോൾ ശരിക്കും ഉറക്കത്തിൻ്റെ ആ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നലെ ഞങ്ങളിവിടെ വന്ന സമയത്ത്, വൈകുന്നേരം ഇവിടെ എത്തിയ സമയത്ത് നല്ല കാറ്റ്, ഭയങ്കര കാറ്റ് വീശി, മഴ ഇപ്പോൾ പെയ്യുന്നുള്ള ഒരു ഇതിലൊക്കെ ആയിരുന്നു. ഞാനും പ്രതീക്ഷിച്ചു, കക്കാടംപൊയിൽ വന്നപ്പോഴത്തേക്കും മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മഴ പെയ്തില്ല. പിന്നെ പെട്ടെന്ന് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, കാറ്റ് അപ്രതീക്ഷിതമായിട്ട് റിമൂവായി. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കോട എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും വരാം. കാരണം ഈ ഒരു പ്രോപ്പർട്ടി വ്യൂ പോയിന്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കോട പ്രതീക്ഷിക്കാൻ പറ്റും. നമുക്ക് ഇന്ന സമയത്ത് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ യാദൃശ്ചികമായിട്ട് വരുന്നതാണ്. പക്ഷേ മിക്ക സമയങ്ങളിലും ഇവിടെ കോട ഉണ്ടാവാറുണ്ട്. പിന്നെ ആ ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ കൊടും ചൂടിൽ നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഒരു കക്കാടംപൊയിൽ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ള ഭയങ്കര വ്യത്യാസമാണ്. കാരണം ചുറ്റും മലകളാണ്, ചുറ്റും മലയോര മേഖലയായതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഒരു വെക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടൈമിങ്ങിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവിടുത്തെ വെതർ ആയിരിക്കും അല്ലേ, എങ്ങനെ ക്ലൈമറ്റ് എന്നായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സമയത്തായാൽ പോലും നമുക്ക് ചൂട് എഫക്റ്റ് ചെയ്യില്ല, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് കക്കാടംപൊയിലുള്ള ഒരു പ്രത്യേകത. ശരിക്കും ഇതൊരു മലബാറിൻ്റെ ഗവി തന്നെയാണ്. നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കക്കാടംപൊയിൽ. ഞാനിവിടെ ഏകദേശം ഒരു 20-25 തവണ ഈ ഒരു പ്രദേശത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാനിവിടെ കക്കാടംപൊയിൽ എല്ലാ റിസോർട്ടിലും പോയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് എവിടെയും മോശം ഒരു സ്റ്റേ കിട്ടിയിട്ടില്ല. കാരണം നല്ലൊരു സ്റ്റേ എക്സ്പീരിയൻസ് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ റിസോർട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പ്രീമിയം റിസോർട്ട്സിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു പോകാൻ പറ്റുന്ന നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ഡിമോറ ഗ്രൂപ്പിൻ്റെ ഈ ഒരു മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറ എന്ന റിസോർട്ട്. ഏകദേശം 1 വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ റിസോർട്ട് ഇവിടെ വന്നിട്ട്. ഞാൻ ഏകദേശം 10 മാസങ്ങൾക്ക് മുൻപാണ് ഈ റിസോർട്ടിൽ വന്നത്. നമുക്ക് അന്ന് വന്ന അതേ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ മികച്ചതാണ് എന്ന് പറയാം. കുറച്ചും കൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവരുടെ കിഡ്സ് പാർക്കും അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ കോട കിട്ടുന്നൊക്കെ പ്രതീക്ഷ ഇങ്ങനെ വ്യൂ പോയിന്റിൽ അവിടെ വന്ന് നിൽക്കുവാണ്. പക്ഷെ കോട ഇന്നില്ല. പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ അങ്ങിങ്ങായിട്ട് കേൾക്കാം, മയിലുകൾ കറയുന്ന സൗണ്ട് കേൾക്കാം, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ പുറകിലത്തെ ആ ഒരു കണ്ടോ വ്യൂ പോയിൻ്റ്, നമ്മൾ കോഴിക്കോട് നമ്മൾ അരീക്കോട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചുരം കയറി വരുന്ന പോലെയാണല്ലോ. അപ്പോൾ ആ ഒരു വളവും തിരിവൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ ഇവിടുത്തെ റൗണ്ട് വില്ലയാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് വാലി വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. വാലി വ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ ഉണ്ട്. നല്ല ആ ഒരു പ്രദേശത്ത് കുറച്ച് നല്ല കാറ്റൊക്കെ അടിക്കും. എല്ലാ പ്രദേശത്തും കാറ്റുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ ഹൈറ്റിലായതുകൊണ്ട് നല്ലതായിരുന്നു. റൂംസ് ഫെസിലിറ്റിയൊക്കെ ഇവരുടെ അടിപൊളിയാണ് കേട്ടോ. ഒരു 4 സ്റ്റാർ കാറ്റഗറി ആ ഒരു ലെവലിൽ തന്നെ അവർ ഒട്ടും മാറ്റങ്ങളൊന്നും വരുത്താണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ ഫുഡ് ഇവിടെ അലാക്കാട്ടാണ്
ഡിന്നറൊക്കെ അവർ കൊടുക്കുന്നത്. പുറത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു ജ്യൂസ് പാർലർ ഉണ്ട്, അകത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കക്കാടംപൊയിൽ ഇതുവഴി പാസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ സ്റ്റേ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഫുഡൊക്കെ ഇവിടെ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും. ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടി, വെഡ്ഡിങ് റിസപ്ഷനൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. പാർട്ടി ഹാളുണ്ട്, മീറ്റിംഗ് ഹാളുണ്ട്. ഇപ്പോൾ നമുക്കൊരു വല്ല കമ്പനിയുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അത് നല്ല സ്റ്റാർ ഫെസിലിറ്റിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിസ്റ്റി ക്യൂൻ ബൈ ഡിമോറ എന്ന ഒരു പ്രോപ്പർട്ടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. സമയം 6:30 മണിയാണ് കേട്ടോ. പക്ഷേ കോട പറയാൻ പറ്റില്ല, പക്ഷെ അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, മഞ്ഞിങ്ങനെ മൂടി നിൽക്കുവാണ്. ആ മഞ്ഞ് മൂടി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇതിങ്ങോട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. രസമാണ്. ഇവിടെ ശരിക്കും വരുമ്പോൾ നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക. നേരത്തെ ഈ സമയത്തൊക്കെ എണീറ്റ് ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് ഇതിനകത്തായിട്ട്. ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകില്ല. കുറച്ച് ഏരിയകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ഇവർ നല്ല മനോഹരമായിട്ടുള്ള സിറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ഇരിപ്പിടങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കോട കിട്ടിയില്ല ഗായ്സ്. പക്ഷെ നമുക്ക് കിട്ടും, ഇനിയും കിട്ടുമല്ലോ, ഇനി നമുക്ക് വരാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു വെക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റിൽ ഫാമിലി മൊത്തം എൻജോയ് ചെയ്യാനായിട്ട് കക്കാടംപൊയിലെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 5500 രൂപ മുതലാണ് ഇവിടുത്തെ റൂമിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീലക്സ് കാറ്റഗറി AC റൂമാണ്. എല്ലാ റൂമും AC റൂമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6000 രൂപ, 6500 രൂപ, 7000 രൂപ, 7500 രൂപ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രൈസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. കാരണം വീക്കെൻഡ്, വീക്ക് ഡേയ്സ്, വെക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും പ്രൈസിനകത്ത്. പിന്നെ ഇവിടെ ഡോർമെട്രി സൗകര്യമുണ്ട്. 20 പേർക്കുള്ള ഡോർമെട്രി ഉണ്ട്. 12 ബെഡിൻ്റെ ഡോർമെട്രി ഉണ്ട്, 6 ബെഡിൻ്റെ ഡോർമെട്രി ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയ കമ്പനി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, 20 പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഡോർമെട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് 2 വാഷ്റൂം ഉണ്ട്, അതുപോലെ തന്നെ TV, എല്ലാ സൗകര്യമുണ്ട് റൂമിൽ. അതേപോലെ തന്നെ ഡോർമെട്രിയിൽ സൗകര്യമുണ്ട്. ഡോർമെട്രി ഇവർ കൊടുക്കുന്നത് പെർ ഹെഡ് റേറ്റിലാണ്. ഇപ്പോൾ നമ്മളൊരു 20 പേരൊക്കെ വരികയാണെങ്കിൽ 20 ബെഡ് ഉണ്ടാവും. അതിനകത്ത് ഒരാൾക്ക് ഏകദേശം 1800 വെച്ചിട്ടാണ് ഡോർമെട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉണ്ടാവും. പിന്നെ ഇവിടെ ജിമ്മുണ്ട്, ഇൻഡോർ ഗെയിംസ്, ക്യാരംസ്, ലുഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞാനിവിടുത്തെ ഇൻഡോർ ഗെയിംസും ജിമ്മിലൊന്ന് പോകണം. ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇവിടെ നമുക്ക് കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്. നിങ്ങളിങ്ങനെ ബോറടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഡോർ ഗെയിംസ് എന്തൊക്കെ നോക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് ലുഡോ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരംസ് ഉണ്ട്, ചെസ് ബോർഡ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ജിമ്മുണ്ട് കേട്ടോ. നമുക്ക് മോർണിംഗിലൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് ജിമ്മിൻ്റെ അത്യാവശ്യം മിഷനറികളൊക്കെ ഇവിടെ ഓക്കെയാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടിലാണ്, ഒരു ഹെൽത്ത് ക്ലബ്ബ് അങ്ങനെ തന്നെ പറയാം. എനിക്ക് തോന്നുന്നു കുറേ അധികം മിഷനറീസ് ഉണ്ട് ഇവിടെ. 1, 2, 3, 4, 5 ടൈപ്പ് ഓഫ് മിഷനറികൾ ഈ ജിമ്മിൻ്റെ ഈ ഒരു ക്ലബ്ബിൽ, ഒരു ഹെൽത്ത് ക്ലബ്ബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതാണോ എൻ്റെ പോലെ കുടവേറൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് സെറ്റായിട്ട് പോവാം. കണ്ടോ ഗൈസ്, ഇവിടെ അത്യാവശ്യം നമുക്ക് ജിമ്മിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മിഷനറികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പ്രീമിയം കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി അല്ലേ. ഇത് സെപ്പറേറ്റ് ആണ്. ഈ ഒരു ലിവിങ് ഏരിയ പ്രീമിയം കാസ്റ്റിൽ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലുണ്ട്. ഇതാണ് ഈ ഒരു പ്രീമിയം കാസ്റ്റിൽ എന്ന് പറയുന്ന കാറ്റഗറി റൂമിന്റെ ബാൽക്കണി ഇത് നമുക്ക് ഭയങ്കര ഹൈറ്റിൽ കാണാൻ പറ്റും. നമുക്ക് ആ മൗണ്ടെയിൻ വ്യൂ ഒക്കെ അതിമനോഹരമായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്, ഓപ്പൺ ബാത്ത് ടബാണ്. എനിക്ക് തോന്നുന്നു ഇത് കപ്പിൾസിനൊക്കെ, ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്രീമിയം ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ബാത്ത് ടബൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇവർ ഫ്ലവർ ബെഡ്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ,
കേക്ക്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ അഡ്വാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രീമിയം കാസ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി റൂംസിൻ്റെ ഫെസിലിറ്റീസ് വരുന്നത്. ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ബാത്ത് ടബ് ഉണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂംസ് ആണ് ഈ ഒരു പ്രീമിയം കാസ്റ്റ്. ഇത് ഇവിടുത്തെ ഒരു ലക്ഷറി കാറ്റഗറിയാണ് കേട്ടോ, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന കാറ്റഗറിയാണ്. ലക്ഷറി എന്നാണ് ഇതിന്റെ പേര്. ഇത് ഏകദേശം ഒരു 7,500 ആണ് ഇൻക്ലൂഡിങ് GST ഇതിന്റെ പ്രൈസ് വരിക. ഈ ഒരു റൂമിന്റെ പ്രത്യേകത നമ്മൾ മറ്റുള്ള റൂമിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റിയും ഈ റൂമിനകത്തുണ്ട്. പിന്നെ ഭയങ്കര സ്പീഷ്യസ് ആണ് ഈ റൂം. നമുക്കൊരു ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളൊരു ഫാമിലിയിൽ 3-4 ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. ലിവിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ, ഈ ഒരു ഗ്ലാസ് വ്യൂ ആണിത്. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ആ ഒരു കക്കാടംപൊയിലെ ആ ഒരു മൗണ്ടൈൻ വ്യൂ അതിമനോഹരമായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഇതിനൊരു ബാൽക്കണി ഉണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ വൈകുന്നേരത്തും മോർണിംഗിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു കക്കാടംപൊയിലിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കണ്ടല്ലോ. അപ്പോ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ലക്ഷറീസ് ആയിട്ടുള്ള റൂംസ് ആണിത്. നിങ്ങളൊരു ഫാമിലിക്കാണ് ഞാൻ ഈ ഒരു റൂം സജസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4-5 പേരൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ എക്സ്ട്രാ ബെഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. 7,500 രൂപയാണ് ഈ റൂമിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മളുടെ വെക്കേഷനൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ് അല്ലേ. നമ്മുടെ പെരുന്നാള്, അതുപോലെ തന്നെ നമ്മുടെ വിഷു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെക്കേഷന്റെ നാളുകളാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് എവിടത്തേക്കാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലിലെ പ്രീമിയം ഫെസിലിറ്റി സർവീസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഡിമോറ ഗ്രൂപ്പിന്റെ മിസ്റ്റിക്യൂൻ ബൈ ഡിമോറ എന്ന ഈ റിസോർട്ട് നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. എക്സ്പെഷ്യലി ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയാലും സർവീസ് ആയാലും ഫുഡ് ആയാലും സ്റ്റേ ആയാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസും അതുപോലെ തന്നെ റിസോർട്ട്സ് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കക്കാടംപൊയിലിലെ മിസ്റ്റിക്യൂൻ ബൈ ഡിമോറ എന്ന ഈ റിസോർട്ട്സിന്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഒരു സ്റ്റേ ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും കാണാൻ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി യാത്രാ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളെ സ്വന്തം സെയ്തു, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു. അപ്പൊ എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വളരെ സ്നേഹം നിറഞ്ഞ ഒരു ഈദ് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുക, ഉഷാറാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടുക.